എല്ലാവർക്കും നമസ്കാരം. 2026-ൽ വളരെ ചെലവ് കുറച്ച് ഒരു കോഴി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കുള്ള ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒരു കോഴി ഫാം തുടങ്ങാൻ നമുക്ക് ഒന്നാമതായിട്ട് വേണ്ടതാണ് അനുയോജ്യമായ ഒരു സ്ഥലം. ഈ ഫാമിന് അനുയോജ്യമായ സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ഇത് നമുക്ക് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം. അവിടെ തൊട്ടടുത്ത് വീടുകളുണ്ടായിരിക്കും, അതുപോലെ തന്നെ ആൾത്തിരക്കൊക്കെ ഉണ്ടായിരിക്കും. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കുറച്ച് അകലെ മാറി കിടക്കുന്ന സ്ഥലം. അവിടെ പ്രത്യേകിച്ച് തൊട്ടടുത്ത് വീടുകളോ ആൾത്തിരക്കൊന്നും ഉണ്ടാവാത്ത സ്ഥലം. ഈ ഒന്നാമത്തെ കാറ്റഗറി പെട്ട സ്ഥലം, അതായത് തൊട്ടടുത്ത് വീടുകളും അതുപോലെ തന്നെ ആൾത്തിരക്കൊക്കെയുള്ള സ്ഥലം, അങ്ങനെ ഒരു സ്ഥലത്താണ് നിങ്ങൾ കോഴി ഫാം തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയും അതിന് പുറമെ പഞ്ചായത്ത് ലൈസൻസും മാത്രം പോരാ, ഈ തൊട്ടടുത്ത വീട്ടുകാരുടെ കൺസെൻറ്റ് കൂടെ വേണം. അതായത് നിങ്ങൾ കോഴി ഫാം തുടങ്ങുന്നതിൽ ഞങ്ങൾക്ക് എതിർപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞൊരു കൺസെൻറ്റ് അവരോട് എഴുതി മേടിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ രണ്ടാമത് കാറ്റഗറി പെട്ട സ്ഥലത്ത്, അതായത് ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം, ഉള്ളിലേക്ക് കുറച്ച് മാറി വീടോ അതുപോലെ തന്നെ ആൾത്തിരക്കൊന്നും ഇല്ലാത്ത സ്ഥലം, അവിടെ പ്രത്യേകിച്ച് ഒരു കൺസെൻറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഫാം തുടങ്ങി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയും പഞ്ചായത്ത് ലൈസൻസും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ ഫാം തുടങ്ങാം. പ്രത്യേകിച്ച് ആരുടെയും കൺസെൻറ്റ് എഴുതി മേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങൾ ഫാം തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും ഉറപ്പ് വരുത്തണം. കാരണം ബ്രോയിലർ കോഴികൾക്ക് ഒരുപാട് വെള്ളം ആവശ്യമുണ്ട് കുടിക്കാനും. അതുപോലെ തന്നെ നല്ല ചൂടാണെങ്കിൽ ഫാമിൻ്റെ മുകളിൽ സ്പ്രിംഗ്ലറായിട്ട് നനച്ചു കൊടുക്കാനൊക്കെ വെള്ളം ആവശ്യമുണ്ട്. സോ വെള്ളത്തിൻ്റെ ലഭ്യത തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പ് വരുത്തണം. ഇനി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലം കുറച്ച് ചോലയൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ നല്ലതാണ്. ഒരുപാട് വെയിലടിക്കാത്ത സ്ഥലമാണെങ്കിൽ നല്ലതാണ്. ഇനി നിങ്ങൾ ഫാം തുടങ്ങുമ്പോൾ അവിടെ കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഫാമിനുള്ള ഏരിയ മാത്രം തെളിച്ചിട്ട് അതിനെ സൈഡിലൊക്കെ അവിടെ നിർത്തുക. കാരണം തണലും അതുപോലെ തന്നെ നല്ല കാറ്റോട്ടമൊക്കെ ഈ ഫാമിനകത്ത് വേണം തീർച്ചയായിട്ടും. കാരണം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ ഈ ബ്രോയിലർ കോഴികൾ ഒരുപാട് ചത്തു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വന്നേക്കാം. അതുകൊണ്ട് തന്നെ തൊട്ടടുത്ത് മരങ്ങളും അതുപോലെ തന്നെ അത്യാവശ്യം കാറ്റൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ ഈ ചൂട് കുറച്ച് കുറഞ്ഞ് കിട്ടും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ലോസ് വരാതിരിക്കും. നല്ല ഗ്രോത്ത്, നല്ല FCR ഒക്കെ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാകും. ഈ FCR എന്താണെന്നുള്ളത് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അതുപോലെ നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ മുകളിൽ സ്പ്രിംഗ്ലർ വെച്ച് കൊടുത്ത് നനയ്ക്കുന്നതും ചൂട് കുറയ്ക്കാനായിട്ട് സഹായിക്കും. തുടക്കക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കവുങ്ങൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചിലവ് കുറച്ച് ചെയ്യുന്നതാണ് നല്ലത്. അതെന്തിനാണെന്നുള്ളത് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എനിക്ക് സ്വന്തമായിട്ട് 2 ഫാമുണ്ട്. 2 ഫാമിൽ കൊണ്ട് ഏറെക്കുറെ 6000 ബ്രോയിലർ കോഴികളുണ്ട്. ഞാൻ എൻ്റെ ആദ്യത്തെ ഫാം കവുങ്ങൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ചെയ്തത്. അതിൽ കുറച്ച് വളർത്തി പഠിച്ച് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ ഫാം ഞാൻ GI പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ചെയ്തത്. ഒരു 4000-ൻ്റെ ഫാം GI പൈപ്പ് ഉപയോഗിച്ച് ചെയ്തു. പക്ഷേ നല്ല എക്സ്പെൻസ് ആയി. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് കുറച്ച് ചിലവ് കുറച്ച് ചെയ്യുന്നതാണ്. അടിഭാഗത്ത് എപ്പോഴും സിമെൻറ്റിൻ്റെ കാല് കൊടുക്കുന്നതാണ് നല്ലത്. കാരണം നല്ല ബലത്തിനും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇച്ചിരി എക്സ്പെൻസ് കുറച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇത് വാർത്തെടുക്കാവുന്നതാണ്. സിമെൻറ്റിൻ്റെ കാലിൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് കവുങ്ങ് ഉപയോഗിച്ച് ഉത്തരവും കഴുക്കോലൊക്കെ കവുങ്ങ് ഉപയോഗിച്ച് കൊടുക്കുന്നതാണ്, ചിലവ് കുറച്ചുകൊണ്ട് കൊടുക്കുന്നതാണ് തുടക്കക്കാരെ സംബന്ധിച്ച് നല്ലത്. അതുപോലെ അതിൻ്റെ മുകളിലേക്ക് മേയുന്നത് ടാർപ്പ ഉപയോഗിച്ച് മേയാണ് ഏറ്റവും നല്ലത്. കാരണം കുറച്ച് ചൂട് കുറഞ്ഞ് കിട്ടും, അതുപോലെ കുറച്ച് എക്സ്പെൻസും കുറവായിരിക്കും. അല്ലാത്ത ടൈപ്പ് ഷീറ്റ് ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും, അതുപോലെ കുറച്ച് എക്സ്പെൻസും കൂടുതലായിരിക്കും. അതുപോലെ സൈഡിൽ ഒരു വരി സിമൻറ്റ് കട്ട് വെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ട്. അത് ഒരു വരി കൂടാൻ പാടില്ല. കാരണം കോഴിയുടെ കഴുത്തിന് മുകളിൽ പൊക്കം വരാൻ പാടില്ല. അങ്ങനെ വരുമ്പോൾ കാറ്റോട്ടം കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ ഒരു കട്ട പൊക്കം വെച്ച് എല്ലാ സൈഡും 4 സൈഡും മറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനിയുള്ളത് നമ്മൾ ഫാമിൻ്റെ സൈഡിൽ കൊടുക്കുന്ന നെറ്റാണ്. അത് മാക്സിമം നല്ല ക്വാളിറ്റി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്താണ് ഫാം ഒക്കെ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരുപാട് ബലം വേണമെന്നൊന്നുമില്ല. ഒരു 3 അടി ഹൈറ്റിലൊക്കെ കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ വീടുമായിട്ട് കുറച്ച് ദൂരമുണ്ട്, അവിടെ തൊട്ടടുത്ത് വീടുകളൊന്നുമില്ല, ശ്രദ്ധിക്കാനൊന്നും ആളില്ല, അങ്ങനെ കിടക്കുന്ന ഒരു ഏരിയ ആണെങ്കിൽ ഒരു 4 അടി ഹൈറ്റിൽ കൊടുക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം പട്ടിയോ കുറുക്കനൊക്കെ വന്ന് ചാടി എത്താത്ത രീതിയിൽ ഒരു 4 അടി ഹൈറ്റിൽ കൊടുക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഇരുമ്പിൻ്റെ നെറ്റ് തന്നെ കൊടുക്കുന്നതാണ് നല്ലത്. എൻ്റെ ഫാം വീടുമായിട്ട് കുറച്ച് അകലെ കിടക്കുന്നതാണ്. അവിടെ അങ്ങനെ തൊട്ടടുത്ത വീടുകളോ ശ്രദ്ധിക്കാനൊന്നും അങ്ങനെ തൊട്ടടുത്ത ആളുകളൊന്നുമില്ല. അതുകൊണ്ട് ഞാനൊരു 4 അടി ഹൈറ്റിലാണ് ഈ നെറ്റ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നെറ്റ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫാമിന് എത്ര നീളത്തിൽ പണിഞ്ഞാലും കുഴപ്പമില്ല. ഇനി 50 മീറ്ററോ 100 മീറ്ററോ എത്ര നീളമായാലും കുഴപ്പമില്ല. പക്ഷേ വീതി ഒരു 6-6.5 മീറ്ററിൽ കൂടാതിരിക്കുക. കാരണം ഫാമിനകത്ത് എപ്പോഴും കാറ്റോട്ടം വേണം. കാരണം കോഴിയുടെ ശരീരത്തിന് ഭയങ്കര ചൂടാണ്. അതുപോലെ ഫാമിനകത്ത് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പുറത്ത് പോകാനായിട്ട് എപ്പോഴും കാറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. എന്നാലേ കോഴി നന്നായിട്ട് വളർന്ന് കിട്ടുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ ഫാം ഉണ്ടാക്കുന്ന സമയത്ത് 2 ഡോറെങ്കിലും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ, ഒന്ന് നിങ്ങൾ ഫീഡ് ഇറക്കി വെക്കുന്ന സ്ഥലം, അതായത് തീറ്റ നിങ്ങൾ ഇറക്കി വെക്കാൻ ഒരു പ്രത്യേകമായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. ഈ സ്റ്റാൻഡിൻ്റെ അടുത്തായിട്ട് ഒരു ഡോർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ തീറ്റക്കാർക്ക് വണ്ടിയിൽ നിന്ന് ഫീഡ് ഇറക്കി അവിടെ കൊണ്ടുവെക്കാൻ ഒരുപാട് പ്രയാസം ഉണ്ടാവില്ല. കാരണം ഫാമിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് നമ്മൾ ഈ സ്റ്റാൻഡ് പണിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കുറേ നേരം വേണം ഫീഡ് അവിടെ നിന്ന് ഇറക്കി അവിടെ കൊണ്ടുവെക്കാൻ. അപ്പോൾ അവർക്ക് ചെറിയൊരു പ്രയാസം വരും. അപ്പോൾ
നിങ്ങൾ ഫീഡ് ഇറക്കി വെക്കുന്ന അവിടെ തൊട്ടടുത്തൊരു ഡോർ കൊടുക്കുന്നത് നല്ലതാണ് എപ്പോഴും. അതുപോലെ ഈ ഫീഡ് ഇറക്കി വെക്കുന്ന സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റായിട്ട്, അതായത് കുറച്ച് മാറി നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നിങ്ങൾ ബ്രൂഡിങ്ങിൻ്റെ ഒരു ഏരിയ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ആളും അനക്കമൊക്കെ എപ്പോഴും കയറി ഇറങ്ങും. ഈ ഫീഡാകുമ്പോൾ ആഴ്ചയിൽ 2, 3, 4 തവണ വരും. അപ്പോൾ എപ്പോഴും അവരങ്ങനെ കയറി ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ ബ്രൂഡിങ്ങിൻ്റെ സെക്ഷൻ ക്രമീകരിക്കുക. അതിനോട് ചേർന്ന് വേറെ രണ്ടാമത്തെ ഡോറും കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതിൽ ഞാൻ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ബേസിക് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. ഫാമിൻ്റെ ലൈസൻസിൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ഇതിൻ്റെ KSEBിയുടെ കറണ്ട് കണക്ഷൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതുപോലെ FCRൻ്റെ കാര്യങ്ങളും ഒക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുപോലെ അടുത്ത ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ ഫാമിലെ പ്ലംബിങ്, വയറിങ്, അതൊക്കെ അത്യാവശ്യം നിങ്ങൾ ക്വാളിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എപ്പോഴും അങ്ങനെ മെയിൻ്റനൻസ് വരില്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്വാളിറ്റി ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങൾ ഫാമിൻ്റെ തറ കെട്ടുന്ന സമയത്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് വേറെ ആരുടെയെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ അതിൻ്റെ അതിർത്തിയിലൊക്കെയാണ് നിങ്ങൾ ഫാമിൻ്റെ തറ കെട്ടുന്നതെങ്കിൽ അവരുടെ സ്ഥലവുമായിട്ടൊരു 3 മീറ്റർ അകലം പാലിച്ചിട്ട് നിങ്ങൾ തറ കെട്ടാൻ ശ്രദ്ധിക്കണം. കാരണം പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് ആവശ്യമാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ, ഫാം ലൈസൻസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതിയെക്കുറിച്ചൊക്കെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ഈ അതിർത്തി പ്രശ്നമൊന്നും ഇല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല താനും. പിന്നെ നിങ്ങൾ പ്ലംബിങ്, വയറിംഗ് ഒക്കെ ചെയ്യിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുള്ള സ്ഥലമാണെങ്കിൽ അവിടെ നിങ്ങൾ ഫാമിൻ്റെ മുകളിൽ ഒരു സ്പ്രിംഗ്ലറിൻ്റെ കണക്ഷൻ കൂടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ചൂടുള്ള സമയത്ത് കോഴി കുറേ ചത്തു പോകാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ഒന്ന് ഫാം നനച്ചു കൊടുക്കാനായിട്ടൊരു സ്പ്രിംഗ്ലർ സൗകര്യം കൂടെ നിങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഫാമിൻ്റെ പണിയുടെ കാര്യം നമ്മൾ ഏറെക്കുറെ പറഞ്ഞു. ഞാൻ ബേസ് കാര്യങ്ങൾ മാത്രമേ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു തരാം. കാരണം എല്ലാ കാര്യങ്ങളെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിയില്ല. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. എന്നാൽ നമ്മൾ ഫാമൊക്കെ നല്ല അടിപൊളിയായിട്ട് വൃത്തിയാക്കി ഉണ്ടാക്കി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തു. പക്ഷേ നമ്മൾ ചത്ത കോഴീനെ വലിച്ചെറിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വൃത്തിഹീനമായ സ്ഥലത്ത് കൊണ്ടിട്ടാൽ, അല്ലെങ്കിൽ മൂടിയോ അടപ്പമൊന്നും ഇല്ലാത്തൊരു കിണറിലോ അങ്ങനെ പരിസരത്ത് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആൾക്കാർ നമ്മളെ കംപ്ലയിൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പഞ്ചായത്ത് ലൈസൻസിൻ്റെ അനുമതിയൊക്കെ നമുക്ക് നിഷേധിക്കപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഫാം ഉണ്ടാക്കുമ്പോൾ തന്നെ ആ ഫാമിൻ്റെ അടുത്തായിട്ട് ഒരു കുഴി കുത്തിച്ചിട്ട് ആ കുഴി വൃത്തിയായിട്ട് കെട്ടിയെടുത്ത് അത് സ്ലാബൊക്കെ വാർത്ത് വൃത്തിയായിട്ട് മൂടി വെക്കണം. അതായത് ചത്ത കോഴിനിലേക്ക് ഇട്ട് അതിന് ശേഷം അത് വൃത്തിയായിട്ട് മണമൊന്നും വരാതെ, സ്മെല്ലൊന്നും വരാതെ അത് മൂടി വെക്കാനായിട്ട് പ്രത്യേകമായിട്ടുള്ള സൗകര്യം നിങ്ങൾ ഫാം ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ വൃത്തിയായിട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞു. ഫാമിൻ്റെ പണി കഴിഞ്ഞു, വേസ്റ്റ് മാനേജ്മെൻറ്റ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ത്? ഫാമിൽ കോഴി വരണം. ഫാമിൽ കോഴി വന്നാലേ നമുക്ക് വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും, ഞാൻ ഇൻ്റഗ്രേഷൻ ചെയ്യണോ അതോ തന്നെ ഇടണോ, ഏതാണ് ലാഭകരം എന്നൊക്കെയുള്ള സംശയം ഉണ്ടാവും. തുടക്കക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലത് ഇൻ്റഗ്രേഷനാണ്. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ ഇടുന്നൊരു സാഹചര്യത്തിൽ വന്നാൽ ഒരുപാട് പൈസ നമുക്ക് ആവശ്യമുണ്ട്. ഈ ഫാം ഉണ്ടാക്കുന്നതിനേക്കാളും ഇരട്ടി പൈസ നമുക്ക് കോഴി ഇടാനായിട്ട് വേണം. കാരണം ചിക്സിന് നല്ല റേറ്റാണ്, ഫീഡിന് നല്ല റേറ്റാണ്, അതിന് കൊടുക്കുന്ന മെഡിസിൻ എല്ലാത്തിനും നല്ല വിലയാണ്. ഇതൊക്കെ നമ്മൾ കൊടുത്ത് കോഴിയെ വലുതാക്കിയിട്ട് നമ്മൾ വിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിൻ്റെ സമയത്ത് വില ഡൗൺ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടത്തിലേക്ക് വരും. ഒന്നാമത് നമ്മൾ തുടക്കക്കാരാണ്. സോ വളർത്തി പരിചയമില്ല, നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഭയങ്കരമായ നഷ്ടം വരും. പക്ഷേ നമ്മൾ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരുപാട് ലാഭം നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിൽ പോലും നമുക്കൊരു എക്സ്പീരിയൻസ് കിട്ടും, വളർത്തി പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല. കാരണം അവർ തന്നെ നമുക്ക് ചിക്സിനെയും ഫീഡൊക്കെ തന്ന് തിരിച്ചെടുത്തോളും. അതുപോലെ തന്നെ ഒരു കിലോയ്ക്ക് ഇപ്പോഴത്തെ ഒരു റേറ്റ് അനുസരിച്ച് 7 രൂപയ്ക്കാണ് കിലോയ്ക്ക്. ഒരു 7 രൂപ വെച്ച് നമുക്കൊരു കിലോയ്ക്ക് ഇൻ്റഗ്രേഷൻകാർ നമുക്ക് തരികയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കും, ഞാൻ ഇന്നൊരു സ്ഥലത്ത് കോഴി ഫാം, അല്ലെങ്കിൽ ഇന്നൊരു ജില്ലയിൽ ഞാൻ കോഴി ഫാം തുടങ്ങി, എനിക്ക് അവരെ ഇൻ്റഗ്രേഷൻ കിട്ടുമോ, അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ സൗകര്യം ലഭ്യമാണോ? ഇൻ്റഗ്രേഷൻ എല്ലാ ജില്ലയിലും ലഭ്യമാണ്. കാരണം കോഴിക്ക് അടിക്കടി ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കോഴിയുടെ റേറ്റ് നോക്കിയാൽ അറിയാം, നല്ല വിലയാണ്. സോ കോഴിക്ക് എപ്പോഴും നല്ല ഡിമാൻഡാണ്. ചില സമയത്ത് വില കുറയും, ചില സമയത്ത് വില കൂടും. എന്നാലും കോഴിക്ക് പൊതുവേ ഡിമാൻഡാണ്. സോ അതുകൊണ്ട് ഇൻ്റഗ്രേഷൻ മേഖല തകർന്നിട്ടൊന്നുമില്ല. നിങ്ങൾ എവിടെ ഫാം തുടങ്ങിയാലും ഇൻ്റഗ്രേഷൻ ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് കോഴി ഇട്ട് തരാനായിട്ട് ആളുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ, തുടക്കക്കാരെപ്പോഴും ഒരു 2000 അല്ലെങ്കിൽ 1500, 2000 കോഴി വളർത്തി പഠിച്ചിട്ട് അതിന് ശേഷം ഒരു 10,000, 15,000 ഒക്കെ വളർത്താവുള്ളൂ എന്ന്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനൊരു റീസണുണ്ട്. കാരണം ഇപ്പോൾ ഇൻ്റഗ്രേഷൻ ആണെങ്കിൽ പോലും അവർ നമുക്ക് ചിക്സിനെയും ഫീഡൊക്കെ ഇറക്കി തരണേ, കോഴിക്ക് വെയിറ്റ് വരണം. കൊടുക്കുന്ന ഫീഡിനനുസരിച്ച് ഒരു വെയിറ്റ് വരണം. അതിന് FCR എന്ന് പറയും, അതായത് ഫീഡ് കൺവേർഷൻ റേഷ്യോ എന്ന് പറയും. ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് ഇട്ട് തരുന്ന ബാച്ചിൽ 1, 2 ബാച്ച് FCR കുറച്ച് കുറവാണെങ്കിലും അവർ ചിലപ്പോൾ നമുക്ക് ഇട്ട് തരും, കുഴപ്പമില്ല. പക്ഷേ 3ാമത്തെ 4ാമത്തെ ബാച്ച് വരുമ്പോൾ ഈ സെയിം FCRലേക്കാണ്, അതായത് നമ്മൾ കൊടുക്കുന്ന ഫീഡിനനുസരിച്ചുള്ള വെയിറ്റ് കോഴിക്ക് വന്നിട്ടില്ല എങ്കിൽ അവർ മുന്നോട്ട് കോഴി ഇട്ട് തരാൻ ചാൻസ് ഇല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ടാണ് ഈ കോഴി ഫാം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, അതായത്
5000-ൻ്റെയോ 10,000-ൻ്റെ ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ നമുക്ക് നഷ്ടം വരും. കോഴി ഒരാളിട്ടില്ലെങ്കിൽ, ഒരു ഇൻ്റഗ്രേറ്റർ ഇട്ടില്ലെങ്കിൽ വേറെ ആളും നമുക്ക് ഇട്ട് തരില്ല. അത് ഫാമിൻ്റെ റിസൾട്ടിനനുസരിച്ചിരിക്കും. അപ്പോൾ എങ്ങനെ നമുക്കൊരു കോഴി ഫാം തുടങ്ങാം എന്നുള്ളതിൻ്റെ ഒരു അടിസ്ഥാന വീഡിയോ മാത്രമാണിത്. എല്ലാ കാര്യങ്ങളും കൂടെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് കഴിയില്ല. 1-2 മണിക്കൂർ പറഞ്ഞാലും തീരാത്ത കാര്യങ്ങളുണ്ട്. സോ ഞാൻ പുറകെ ഓരോ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.